ഹായ്, എല്ലാവർക്കും നമസ്കാരം. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 26-ാം തീയതി അവസാനിക്കുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ചില ആളുകൾക്ക് അയ്യോ, കുംഭമേള എത്ര അധികം വിജയമായല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം വിജയമായല്ലോ, അതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും ഒരു തുരങ്കം വെക്കാമെന്നൊരു ബുദ്ധി ഉദിച്ചിട്ട് പല പല കോണിൽ നിന്ന് പല പല രീതിയിലുള്ള അക്രമങ്ങൾ കുംഭമേളയ്ക്ക് നേരെ നടക്കും. ചില ആളുകളെ വളരെ മോശമായ രീതിയിൽ, വളരെ തരം താഴ്ന്ന രീതിയിൽ കുംഭമേളയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ചില സ്ത്രീകൾ വീഡിയോ ചെയ്ത് പറയുകയാണ്, കുംഭമേളയിൽ കുളിക്കുന്ന സ്ത്രീകളുടെ വീഡിയോസ് എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ് അവിടെ നടക്കുന്നത്. അതാണ് അവിടെ മെയിനായി നടക്കുന്നത്. അവിടെ കുളിക്കുന്ന സ്ത്രീകളുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യുക, എന്നിട്ട് അത് വ്യാപകമായി പ്രചരിക്കുക, അതാണ് നടക്കുന്നത്. എന്തിനാണ് ഈ കുംഭമേളയിൽ പോയി അവിടെ പോയി മുങ്ങുന്നത്? എന്താവശ്യത്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ മുങ്ങി നാട്ടുകാരെ കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതും ഒരു ഹിന്ദു പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കുംഭമേള എന്താണെന്നോ കുംഭമേളയുടെ പവിത്രത എന്താണെന്നോ മനസ്സിലാക്കിയിട്ടാണോ ഈ വർത്താനം പറയുന്നത്? നമ്മളൊക്കെ ഇനി ജീവിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുമോ? 144 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഒരു മഹാസംരംഭമാണ്. 52 കോടിയോളം ജനങ്ങൾ ഇതിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ 52 കോടിയോളം ജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നാനാതുറയിൽ നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും ഒക്കെ വന്ന് അവിടെ നിർവഹിക്കുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു കുളിയെ പറ്റിയാണ് വിമർശനം. ഈ പെൺകുട്ടി പറയുന്നത് കേട്ടാൽ നമുക്ക് എന്താ തോന്നുക? ലോകത്താദ്യമായിട്ട് നടക്കുന്ന സംഭവമാണിതെന്ന്. സ്ത്രീകൾ കുളിക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത്. സ്വന്തം അമ്മയുടെ കിടപ്പറയിലും ബാത്റൂമിലും വരെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആളുകളുടെ നാടാണ് നമ്മുടേത്. ആ പെൺകുട്ടിക്ക് അതിനെക്കുറിച്ച് ബോധമില്ലേ? ഇപ്പോൾ ഈ അടുത്തൊരു 2-3 ദിവസം മുമ്പ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സ്വന്തം സഹപാഠി കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ഫോട്ടോസ് പല ആംഗിളിൽ എടുത്തിട്ട് ക്ലാസ്സിൽ വെച്ച് എടുത്തിട്ട് അത് അശ്ലീല സൈറ്റിലിട്ട് കച്ചവടം ചെയ്തു. അങ്ങനെയുള്ള നമ്മുടെ നാടാണിത്. ഒരു പബ്ലിക് പ്ലേസിൽ പോയാൽ എത്ര ക്യാമറകൾ നമുക്ക് നേരെ വരും? അത് ഏത് രീതിയിലാണ് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഏതൊക്കെ സൈറ്റുകളിൽ അപ്ലോഡ് ആവുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സേഫാണെന്ന് പറയാൻ കഴിയുമോ? അവിടുത്തെ ബാത്റൂമുകൾ സേഫാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അവിടെയും ഉണ്ടാവും ഒരു ക്യാമറ. അങ്ങനെ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഒന്നും നോക്കാതെ ഈ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് പ്രചരണം നടത്തുന്ന ആളുകളുള്ള നമ്മുടെ നാട്ടിൽ ഒരു കുംഭമേള, അതായത് ഒരു മഹാകുംഭമേള, കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് എത്ര ആളുകൾ വിദേശ രാജ്യത്തു നിന്ന് പോലും വരികയാണ്. പവിത്രമായിട്ടുള്ളൊരു സ്നാനത്തിന് വേണ്ടി വരികയാണ്. എത്ര പേരെ നിയന്ത്രിക്കാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊന്നും പ്രാവർത്തികമായിട്ടുള്ളൊരു സംഗതിയല്ല. ഈ ഞരമ്പന്മാര് ഏത് വിധേനയും അവർക്ക് വേണ്ടത് സംഘടിപ്പിക്കും. അവരുടെ താൽക്കാലിക സുഖത്തിനാണ്, അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. അതിന് പുണ്യസ്നാനം നിർവഹിക്കാൻ പോയ സ്ത്രീകൾ എന്ത് പഴിച്ചു? അവർ വസ്ത്രമിടാതെ അല്ല കുളിച്ചത്. കോവളം ബീച്ചിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അർദ്ധനഗ്നരായിട്ടുള്ള ആളുകളെ കാണാൻ കഴിയും. അപ്പം അങ്ങനെയുള്ളവിടെയും പോയി ഷൂട്ട് ചെയ്യാം, അല്ലേ? ഷൂട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്, ഷൂട്ട് ചെയ്യാം. ഞരമ്പ് രോഗിക്ക് വസ്ത്രം ഇട്ടാൽ എന്ത്, ഇട്ടില്ലെങ്കിൽ എന്ത്? അവൻ്റെ താൽക്കാലിക സുഖം, അവൻ അപ്പോൾ തോന്നുന്ന സുഖം മാത്രമാണ്. അവൻ എവിടെയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും. അതാണ് ഇപ്പോൾ മഹാകുംഭമേളയിൽ വലിയ അപരാധമായി ഈ പെൺകുട്ടി കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നടക്കുന്ന പുണ്യസ്നാനത്തെക്കുറിച്ചോ 144 വർഷം കൂടുമ്പോഴേ ഇത് നടക്കുള്ളൂ, അതിൽ പങ്കെടുക്കാൻ എത്രയോ ആളുകൾ കൊതിച്ച് അവിടെ വരികയാണെന്നുള്ളതിനെ കുറിച്ചോ ഒന്നുമല്ല. പിന്നെ പറയുന്നത് എന്താണ്? അവിടുത്തെ വെള്ളം മലിനമാണെന്ന് പറയണേ. നമ്മുടെ കൊച്ചു കേരളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഈ കോളി ബാക്ടീരിയകളുണ്ട്, അളവിൽ കൂടുതലുണ്ട്. അതൊന്നും ഈ പെൺകുട്ടിക്ക് അറിയില്ലേ? നമ്മുടെ കേരളത്തിലല്ലേ അവൾ ജീവിക്കുന്ന, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടി. അവൾക്കറിയില്ലേ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം ഈ വരാൻ പോകുന്ന സമ്മർ സീസണിൽ വളരെയധികം വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എത്രമാത്രം ശുദ്ധജലം നമുക്ക് കിട്ടാറുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ കുടിക്കാനായിട്ട്? നമ്മുടെ പ്രാഥമിക കൃത്യങ്ങൾക്കായിട്ട് എത്ര ശുദ്ധജലം നമുക്ക് ലഭിക്കാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് കഴിവില്ലാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകൾ, ഇപ്പോൾ CK വിനീതിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ അവിടുത്തെ മലിനജലത്തെ പോലെ കുറ്റം പറയണേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 52 കോടി ആളുകൾ വന്ന് മുങ്ങി സ്നാനം നിർവഹിച്ചു പോയ ഒരു സ്ഥലത്ത് ബാക്ടീരിയകൾ ഉണ്ടാവില്ലേ? അഴുക്കുണ്ടാവില്ലേ? അത് അപ്പോപ്പോ അവർ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു പരിധിയിൽ കൂടുതൽ ആളുകളെ നിയന്ത്രണാതീതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് അഴുക്കുകളൊക്കെ കാണും.
അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ സ്നാനം നിർവഹിക്കാൻ ആളുകൾ പോകുന്നത്. അപ്പോൾ അവിടെ മുങ്ങിയ പലർക്കും ചൊറി വരാൻ തുടങ്ങി എന്നാണ് ഈ കുട്ടി പറയുന്നത്. എൻ്റെ അറിവിൽ ഇതുവരെ ആരും ചൊറി വന്നതായി പറഞ്ഞു കേട്ടിട്ടില്ല. ഒരുപാട് ഉന്നത മേഖലയിൽ ഇരിക്കുന്ന ആളുകൾ, ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ആളുകൾ, സെലിബ്രിറ്റികൾ, ശാസ്ത്രജ്ഞന്മാര്, രാഷ്ട്രീയ പ്രമുഖര് എല്ലാവരും അവിടെ പോയി സ്നാനം നിർവഹിച്ചു വന്ന ആൾക്കാരാണ്. അവരാരും തങ്ങൾക്ക് ചൊറി വന്നതായിട്ടും ചൊറിയുന്നതായിട്ടും പകർച്ചവ്യാധി വന്നതായിട്ടും ഒന്നും അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് എന്തെങ്കിലും വന്നതായിട്ടും ഒന്നും ആരും പറഞ്ഞറിവില്ല. അവരാരും തന്നെ പറയുന്നില്ല. അവർക്കാർക്കും അവിടെ സ്നാനം ചെയ്ത് വന്നവർക്ക് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള പരാതിയുമില്ല. അവിടെ പോയിട്ട് ഇതിൽ പങ്കെടുക്കാത്ത ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ CK വിനീതും അത് തന്നെയാണ് ചെയ്തത്. അവിടെ പോയിട്ട് ഗംഗാസ്നാനം നിർവഹിച്ചില്ല, ചൊറി വരുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം മുങ്ങാതെ തന്നെ അദ്ദേഹത്തിന് തോന്നി ചൊറി വരും എന്നുള്ളത്. ഒരു കണക്കിന് അദ്ദേഹം ഗംഗാസ്നാനം നടത്താതിരുന്നത് നന്നായി. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മാലിന്യവും ചൊറിയൊക്കെ ഗംഗയിൽ പകർത്തി കൊടുത്ത് മറ്റുള്ളവർക്കും കൂടി ബാധിക്കണ്ടല്ലോ. അത് വളരെയധികം നന്നായി. ഇവരുടെയൊക്കെ മനസ്സിലാണ് ചൊറിയും വ്രണവും അഴുക്കും ഒക്കെ ഉള്ളത്. ശരീരത്തിൽ വന്നാൽ നമുക്കത് മാറ്റാൻ കഴിയും. മനസ്സിലുള്ളത് എങ്ങനെ മാറ്റും ആലോചിച്ച് നോക്കൂ. നൂറ്റാണ്ടുകളായിട്ട് നിലനിന്ന ഒരു സമ്പ്രദായമാണ് ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന കുംഭമേള മഹാകുംഭമേളയായി മാറുന്നത് ഈ 12 വർഷം 11 പ്രാവശ്യം തികയുമ്പോൾ 12ാമത്തെ വർഷമാണ് ഈ 144 വർഷം തികഞ്ഞ് 144ാമത്തെ വർഷം മഹാകുംഭമേളയായിട്ട് മാറുന്നത്. നമ്മുടെയൊക്കെ ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രം നിർവഹിക്കാൻ പറ്റുന്നൊരു സംഭവം. ഈ കുംഭമേള അത്രയും മനോഹരമായി നടന്നു എന്ന് കാണുമ്പോൾ ചിലർക്കുണ്ടാവുന്ന അസ്വസ്ഥതയാണ്. ഹിന്ദുക്കളെന്ന് അഭിമാനിക്കുമ്പോഴും ഹിന്ദുക്കളുടെ ഒരു മഹാമേളയ്ക്ക്, ഒരു മഹാസംരംഭത്തിന്, ഒരു മഹായാഗത്തിനെ പരിഹസിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുൻപിൽ താറടിച്ച് കാണിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അതുകൊണ്ട് ഇവർക്ക് എന്താണ് ലാഭം? നമുക്കറിയാം, തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൻ തോടുന്ന ഒരു തോട്, മാലിന്യ തോടിൽ മുങ്ങി ഒരു മനുഷ്യൻ മരിച്ച നാടാണ് നമ്മുടേത്. ആ നാട്ടിൽ നിന്ന് പോയ ആളുകളാണ്, കോടാനുകോടി ആളുകൾ ഒരു മാസത്തിനുള്ളിൽ വന്നു പോയ ഒരു സ്ഥലത്തെ മാലിന്യത്തെക്കുറിച്ച് പറയുന്നത്. കാലാകാലങ്ങളായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ മാലിന്യം നീക്കാനോ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനോ കഴിയാത്ത നമ്മൾ വേറെ ഒരു സ്റ്റേറ്റിൽ പോയിട്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവത്തിലെ മാലിന്യത്തെക്കുറിച്ച് പറയുന്നു. ഗംഗയിലെ മാലിന്യത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ എത്ര നദികള് മാലിന്യമുക്തമാണ്? കോളി ബാക്ടീരിയ ഇല്ലാത്ത എത്ര ജലാശയങ്ങൾ നമുക്കുണ്ട്? നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ എത്രമാത്രം മാലിന്യമുക്തമാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനെക്കുറിച്ചൊന്നും ആർക്കും ചിന്തയില്ല. ഇനി ഈ വരാൻ പോകുന്ന 2 മാസം ഏതൊക്കെ തരത്തിലുള്ള പകർച്ചവ്യാധികളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. കാരണം അശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെ, ശുദ്ധജല ലഭ്യത കുറവ് കൊണ്ട് തന്നെ വരുന്ന പല തരത്തിലുള്ള അസുഖങ്ങളിലെയും പകർച്ചവ്യാധികളിലെയും ഒക്കെ നേരിടേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും ആർക്കും ചിന്തയില്ല. മഹാകുംഭമേളയിൽ നടക്കുന്ന നിസാരമായിട്ടുള്ള തെറ്റുകൾ ചില ആളുകൾ ധരിച്ചത് ഇത്രയും ജനങ്ങളുടെ ഒരു സംഗമമല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ പിഴവുകൾ സംഭവിക്കുന്നതാണ്. അതൊന്നും സംഭവിക്കാതെ മനോഹരമായിട്ട് അതവിടെ കഴിഞ്ഞു പോയത് ചില ആളുകൾക്ക് ദഹിക്കുന്നില്ല. അവരെ കണ്ടുപിടിച്ച മാർഗമാണ് ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ കുളിക്കുന്നതിൻ്റെ വരെ ദൃശ്യം എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന മക്കളുള്ള നാട്ടിലെ അവിടെ കുംഭമേളയിൽ കുളിക്കുന്ന സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ, അതും അവർ ഡ്രസ്സ് ഇടാതെയൊന്നും അല്ല അവിടെ കുളിക്കുന്നത്, ഫുൾ വസ്ത്രത്തോടു കൂടിയാണ് കുളിക്കുന്നത്. ആ നനഞ്ഞൊട്ടിയ ശരീരം എടുത്ത് ഇട്ടവൻ, അവൻ്റെ മനസ്സിലെ ചൊറി, അവൻ്റെ വികൃതമായ മനസ്സ്, അവൻ്റെ ഞരമ്പ് രോഗം തീർക്കാൻ അവൻ ചെയ്തതിന് കുംഭമേളയിൽ വരുന്ന സ്ത്രീകൾ എന്ത് കഴിച്ചു? കുംഭമേള എന്ത് കഴിച്ചു? ഏതോ ഒരു ഞരമ്പ് രോഗി ചെയ്ത തെറ്റിനും കുംഭമേളയ്ക്കാണോ പഴി? ഈ പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇതുവരെ അവിടെ പോയി സ്നാനം ചെയ്തവരാരും ചൊറിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ മാലിന്യം ഉണ്ടാവും. കോടിക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് എത്ര ക്ലീൻ ചെയ്താലും കുറച്ചൊക്കെ മാലിന്യം ഉണ്ടാവും. അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പലരും അവിടെ ചെന്ന് ഈ അമൃതസ്നാനം നിർവഹിക്കുന്നത്. അത് പവിത്രമായി കണക്കാക്കപ്പെടുന്നു. അവർ പവിത്രമായി കണക്കാക്കി അവരുടെ ഇഷ്ടത്തിന്, ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, ആരും കെട്ടിവലിച്ച് വണ്ടിയിൽ തള്ളിക്കയറ്റി കൊണ്ടുപോയിട്ട് പോയി മുങ്ങെന്ന് പറഞ്ഞ് തള്ളിയിട്ടൊന്നുമല്ലല്ലോ. അവനവൻ സ്വന്തം ഇഷ്ടപ്രകാരം ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടാണ് അമൃതസ്നാനത്തിന് ചെല്ലുന്നത്. അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് പോകും, ആരും കൊടുത്തിട്ടൊന്നുമല്ല. അവർക്കൊന്നും വട്ടല്ലല്ലോ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് അവിടെ പോയി അമൃതസ്നാനം നിർവഹിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ കുംഭമേള. പുരാണത്തിലെ പാലാഴി മഥനം നടന്ന സമയത്ത് അമൃത കുംഭത്തിൽ നിന്ന് ആ അമൃത 4 തുള്ളി തെറിച്ചു വീണുന്നാന്ന് പറയുന്നത്. ആ 4 തുള്ളി വീണ സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഈ അമൃതസ്നാനം നടക്കുന്നത്. അത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു.
ഈ 144 വർഷം കൂടുമ്പോൾ ഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്ന മാറ്റങ്ങൾ പൗരാണിക കാലം മുതൽ ഉള്ള ആളുകൾ തിരിച്ചറിഞ്ഞ് ആ ദിവസങ്ങളിൽ ത്രിവേണി സംഗമ സ്ഥാനത്ത് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ, അമൃത സ്നാനം ചെയ്തു കഴിഞ്ഞാൽ പുണ്യമാണ് എന്ന് കരുതിയിട്ടാണ് ആ കുംഭമേള നടക്കുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞരൊക്കെ ഈ കുംഭമേള നടന്ന ആ ദിവസങ്ങളിൽ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്താണ് ശാസ്ത്രജ്ഞരൊക്കെ പറഞ്ഞത്, ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും സ്ഥാനചലനങ്ങളും അവ നേർരേഖയിൽ വരുന്നതിനെ കുറിച്ചും ഒക്കെ 4-5 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താ. ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പറയുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച് ആചരിക്കുന്ന ഒരു ചടങ്ങാണ് കുംഭമേള, അല്ലേ? അതിനെ നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും പുച്ഛിക്കരുത്, പരിഹസിക്കരുത്. നമ്മുടെ പാരമ്പര്യമാണ് ഓരോന്നും. ഓരോ ചടങ്ങുകളും നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതാണ്. അതൊന്നും ഇന്നത്തെ തലമുറയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ലോകം ഇത്രയും നാശത്തിന്റെ വഴിയിലേക്ക് പോകുന്നത്. ഓരോ മക്കൾക്കും നമ്മൾ പാരൻസ് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ പുരാതന കാലത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മക്കളെ വളർത്താത്തതിൻ്റെയും അവരത് സ്വീകരിക്കാൻ തയ്യാറാവാത്തതിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളായിട്ടാണ് ഇപ്പം നമ്മുടെ മക്കൾ താന്തോന്നികളായിട്ട് വളരുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അവർക്ക് എല്ലാത്തിനോടും പുച്ഛമാണ്, പരിഹാസമാണ്. പരിഹസിക്കാനായിട്ട് കുംഭമേളയെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? എന്തെല്ലാം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരു കുംഭമേളയിലെ നിസ്സാരമായിട്ടുള്ള തെറ്റുകൾ പെരുപ്പിച്ച് കാണിച്ച് ഇത്രയും പവിത്രമായിട്ടുള്ള ചടങ്ങിനെ സമൂഹത്തിന്റെ മുൻപിൽ, ചില ആളുകൾക്ക് മുൻപിൽ വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുകയും പരിഹാസപാത്രമാക്കുകയും ചെയ്യുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. അത് ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുമതം ഫോളോ ചെയ്യുന്ന ആളാണ് എന്ന് പബ്ലിക്കലി പറഞ്ഞുകൊണ്ട് ആ ഹിന്ദുമതത്തെ തന്നെ ചവിട്ടി തേക്കുന്ന രീതിയിൽ കുംഭമേള കുടിസീൻ എടുക്കാനുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു വെക്കാൻ ഈ കുട്ടിക്ക് എന്ത് ധൈര്യം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ ആ കുട്ടിയോട് ചില കാര്യം മുനമ്പം പോലെയുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ധാരണയില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല, അവരുടെ നിയമങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാനത് ആ വിഷയം സംസാരിക്കാത്തത്. കുറെ ജീവിതങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഈ മുനമ്പം പോലെയുള്ള വിഷയം, അല്ലേ? അത് ജാതി മത ഭേദമന്യേ കുറെ ജീവിതങ്ങളെ ബാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പഠിച്ച് സോഴ്സ്ഫുള്ളി സംസാരിക്കാൻ കഴിയില്ല. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ ബാധിക്കുന്ന ആ കുട്ടിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ ഹിന്ദുക്കളെ എവിടെയും ഇട്ട് ചവിട്ടി തേക്കാം, ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പവിത്രമായ ചടങ്ങിനെ പോലും വളരെ വൾഗറായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയണം, അല്ല എന്നല്ല. പക്ഷെ നിസ്സാര കാര്യങ്ങൾ എടുത്തു വെച്ച് പെരുപ്പിച്ച് തങ്ങളുടെ സമൂഹത്തെ ചവിട്ടി തേക്കാൻ ഇട്ടുകൊടുക്കുന്ന അത്ര നല്ല പ്രവണതയല്ല. അത് ഭാവിയിൽ ദോഷം തന്നെ ചെയ്യും, ഒരു സംശയമില്ലാത്ത കാര്യം.